DNA റിപ്പയർ മെക്കാനിസംസ് പലതും നമ്മുടെ ശരീരത്തുണ്ട്. ശരീരത്തിൽ ക്ഷതമേറ്റതും കുഴപ്പങ്ങളുള്ളതുമായിട്ടുള്ള കോശങ്ങളെ റിപ്പയർ ചെയ്ത്, പ്രത്യേകിച്ചും DNA റിപ്പയർ ചെയ്യുന്ന പല പ്രക്രിയകളും നടക്കുന്നത് രാത്രിയാണ്. അപ്പം ഉറങ്ങുമ്പോഴാണ്. അപ്പോൾ സമയം തെറ്റി നാം ഉറങ്ങുമ്പോൾ കാരണം ഈ DNA റിപ്പയറിങ് മെക്കാനിസംസ് നടക്കാറില്ല. ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളാണോ നിങ്ങൾ? നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ആഴ്ചയിൽ കുറച്ച് ദിവസങ്ങളോ മാസത്തിൽ കുറച്ച് ആഴ്ചകളോ നൈറ്റ് ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായും ശാസ്ത്രജ്ഞനും സിർക്കേഡിയൻ ബയോളജിസ്റ്റുമായ സച്ചിൻ പാണ്ഡെ നടത്തിയ ചില പഠനങ്ങളുടെ വിശദാംശങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം. കാരണം സിർക്കേഡിയൻ റിതം അഥവാ ബയോളജിക്കൽ ക്ലോക്കിൻ്റെ പലതരത്തിലുള്ള പ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതശൈലി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പലതരം അസുഖങ്ങൾ വരാനുള്ള സാധ്യത, പ്രത്യേകിച്ചും ക്യാൻസർ, ആന്തരിക അവയവങ്ങളുടെ ക്യാൻസർ റിസ്ക് കൂടാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഗവേഷണം തെളിയിക്കുന്നത്. പക്ഷേ അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യമായി എന്താണ് സിർക്കേഡിയൻ റിതം അഥവാ നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കുമുള്ള ജൈവ ഘടികാരം എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്ത് എല്ലാ കോശങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ മൊത്തമായും നിയന്ത്രിക്കുന്ന ഒരു ഘടികാരമുണ്ട്. അതിനെ പറയുന്നതാണ് ജൈവ ഘടികാരം അഥവാ സിർക്കേഡിയൻ റിതം. ഇത് നമ്മുടെ ശരീരം പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും നമ്മളെ സഹായിക്കുന്നതുമായിട്ടുള്ള ഒരു ഘടികാരമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്താണ് സിർക്കേഡിയൻ റിതം എന്നൊരു വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. ഈ പഠനങ്ങൾ, സച്ചിൻ പാണ്ഡെ നടത്തിയ പഠനങ്ങളിൽ സിർക്കേഡിയൻ റിതം മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ സിർക്കേഡിയൻ റിതം തെറ്റുന്നതനുസരിച്ച് നമുക്ക് ക്യാൻസർ റിസ്ക് കൂടാം എന്നുള്ളതാണ്. അതിനുള്ള കാരണങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നാം ദൂരെ യാത്രകളൊന്നും ചെയ്യാതെ, ഫ്ലൈറ്റ് യാത്രകളൊന്നും ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ജെറ്റ് ലാഗ് അനുഭവപ്പെടാം. ജെറ്റ് ലാഗ് എന്ന് പറയുന്നത് കാരണം മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ പലർക്കും അനുഭവപ്പെടാം. എന്നിരുന്നാൽ ഡ്യൂട്ടി ടൈം മാറുന്നതനുസരിച്ചും നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്നത് കാരണവും നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ നിങ്ങൾ തന്നെ തിരിച്ചറിയണമെന്നില്ല. ആദ്യമായി തന്നെ എന്തുകൊണ്ട് ക്യാൻസർ റിസ്ക് കൂടുന്നു എന്നുള്ളതിൽ ആദ്യമായി തെളിയിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ശരീരത്ത് രാത്രികാലങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണായ മെലറ്റോണിൻ ഒരു സ്ലീപ്പ് ഹോർമോണാണ്, അല്ലെങ്കിൽ നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോണാണ്. ഈ ഹോർമോണിൻ്റെ അളവ് കുറയുന്നത് കാരണം നമ്മുടെ ശരീരത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രവർത്തനങ്ങൾ കുറയുകയും അതിനോടൊപ്പം തന്നെ ക്യാൻസർ റിസ്ക് കൂട്ടാമെന്ന് പല പഠനങ്ങൾ കാണിക്കുന്നു. കൂടുതൽ പഠനങ്ങളും മനുഷ്യരിൽ നടത്തിയിട്ടുള്ള പഠനങ്ങളല്ല, മറിച്ച് എലികളിലും മൃഗങ്ങളിലും നടത്തിയിട്ടുള്ള പഠനങ്ങളാണ് ഇത് സൂചിപ്പിക്കുന്നത്. രണ്ടാമതായി സച്ചിൻ പാണ്ഡെ നടത്തിയ പഠനങ്ങളിൽ തെളിയിക്കുന്ന വേറൊരു കാര്യം, നമ്മുടെ ശരീരത്ത് പ്രത്യേകിച്ചും നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പലതരം ജീനുകളുണ്ട്. ആ ജീനുകളിൽ ഒന്നാണ് ട്യൂമർ സപ്രസർ ജീൻ എന്ന് പറയുന്നത്. അതായത് ട്യൂമേഴ്സ് ഒന്നും ഉണ്ടാകാതെ നോക്കുന്ന തരത്തിലുള്ള ജീൻ. ഈ ജീൻസിനെ സപ്രസ് ചെയ്യുന്നത് കുറഞ്ഞു പോകും രാത്രികാലങ്ങളിൽ നാം ഉറങ്ങാതിരിക്കും. രണ്ടാമത് DNA റിപ്പയർ മെക്കാനിസംസ് പലതും നമ്മുടെ ശരീരത്തുണ്ട്. ശരീരത്തിൽ ക്ഷതമേറ്റതും കുഴപ്പങ്ങളുള്ളതുമായിട്ടുള്ള കോശങ്ങളെ റിപ്പയർ ചെയ്ത്, പ്രത്യേകിച്ചും DNA റിപ്പയർ ചെയ്യുന്ന പല പ്രക്രിയകളും നടക്കുന്നത് രാത്രിയാണ്. അപ്പം ഉറങ്ങുമ്പോഴാണ്. അപ്പോൾ സമയം തെറ്റി നാം ഉറങ്ങുമ്പോൾ കാരണം ഈ DNA റിപ്പയറിങ് മെക്കാനിസംസ് നടക്കാറില്ല. മൂന്നാമത്തെ കാര്യം പറയുമ്പോൾ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത്, ഈ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷിഫ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ പ്രധാനമായും നമുക്ക് മെറ്റബോളിക്കലി നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത് കാരണം നമുക്ക് അമിത രക്തസമ്മർദ്ദം, അമിതവണ്ണം, ടൈപ്പ് 2 ഡയബറ്റീസ്, മറ്റു അസുഖങ്ങളെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്ത് ഇൻഫ്ലമേഷൻ അഥവാ ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് വരാം. ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന അവസ്ഥയും മെറ്റബോളിക് ഡിസ്ഫങ്ഷനും ഇൻസുലിൻ റെസിസ്റ്റൻസും ഇൻസുലിൻ്റെ അളവ് കൂടുന്നതെല്ലാം മറ്റു ക്യാൻസർ റിസ്ക് കൂട്ടാമെന്നും കൂടി പഠനങ്ങൾ കാണിക്കുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഈ പഠനങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. സച്ചിൻ പാണ്ഡെയുടെ ഫേമസ് ആയിട്ടുള്ളൊരു ബുക്കാണ് സിർക്കേഡിയൻ കോഡ് എന്ന് പറയുന്ന ഒരു ബുക്ക്. ധാരാളം പഠനങ്ങൾ നടത്തുകയും ധാരാളം പഠനങ്ങൾ നടത്തുന്നതിനോടൊപ്പം തന്നെ പ്രായോഗിക തലത്തിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് കൂടി ഉപദേശം നൽകുകയാണ് ഈ ബുക്ക്. നൈറ്റ് ഡ്യൂട്ടി ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയവരുണ്ട്. അവർക്ക് ഒരു കൃത്യമായ ഉറക്ക സമയം പാലിക്കുക എന്നുള്ളതാണ്. എപ്പോഴാണോ നിങ്ങൾ ഉറങ്ങുന്നത് അത് കൃത്യമായി പാലിക്കുക എന്നുള്ളത്. 2, നിങ്ങൾ ഉറങ്ങുമ്പോൾ തീർച്ചയായിട്ടും
കണ്ണിലേക്കും ശരീരത്തിൻ്റെ ഒരു ഭാഗത്തേക്കും പ്രകാശം അടിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനു വേണ്ടിയിട്ട് ഒരു ഐ മാസ്ക് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ മുറിക്കുള്ളിൽ തന്നെ ഡാർക്ക് കർട്ടൻ ഉപയോഗിക്കുന്നതും വളരെ നല്ലതായിരിക്കും. മൂന്നാമതായിട്ട് പ്രത്യേകിച്ചും ടൈം റെസ്ട്രിക്റ്റ് ചെയ്ത് തന്നെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ഈ ടൈം റെസ്ട്രിക്റ്റഡ് ഈറ്റിംഗ് അതും സച്ചിൻ പാണ്ഡെയുടെ പഠനത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യമാണ്. സമയം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ദൈർഘ്യം ഒരു 10 മണിക്കൂറോ 9 മണിക്കൂറോ ആയി ചുരുക്കുന്നത് കാരണം സിർക്കേഡിയൻ റിതം ഡിസ്ട്രപ്ഷൻ അല്ലെങ്കിൽ ഷിഫ്റ്റ് വർക്ക് നടക്കുന്നവർക്കുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളുടെ തീവ്രത കുറയുന്നതായിട്ടും പഠനങ്ങളുണ്ട്. അപ്പോൾ നൈറ്റ് ഷിഫ്റ്റും ക്യാൻസർ റിസ്ക്കും തമ്മിലുള്ള ബന്ധങ്ങൾ തെളിഞ്ഞു വരികയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.